പൂരം കലക്കലുമായി തൃശ്ശൂർ പൂരം ഇപ്പോൾ മൂന്നാമത്തെ, അതായത് ആ പൂരം കലങ്ങിയ വിഷയം ഉണ്ടായതിന് ശേഷം മൂന്നാമത്തെ പൂരം വരാൻ പോവാണ്. അപ്പോൾ ഇത്തവണ പൂരം വരുമ്പോൾ ഒരു ചെറിയ പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഈ പറയുന്ന പോലെ സർക്കാരിൻ്റെ ഭരണം കഴിയാൻ പോവുകയാണ്. അധികാര സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങേണ്ടി വരുന്നു. അപ്പോൾ താങ്കൾക്ക് അറിയാം, ഈ പറയുന്ന പോലെ ഒന്നാമത്തെ റിപ്പോർട്ട്, പൂരം കലങ്ങിനെ സംബന്ധിച്ചുള്ള ഒന്നാമത്തെ റിപ്പോർട്ട് ഇപ്പം ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വരെ നിർദ്ദേശിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇടക്കാല റിപ്പോർട്ടും വന്നു, ഇപ്പോൾ മൂന്നാമത്തെ റിപ്പോർട്ടും വന്നു. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതലും സന്തോഷിക്കുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ PV അൻവർ ആയിരിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം PV അൻവർ എങ്ങനെയാണ് ഇടതുപക്ഷം വിട്ടിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയത് എന്നത് നമുക്കറിയാം. MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചതിന് ശേഷമാണ് PV അൻവർ UDF വരുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതലും സന്തോഷിക്കുന്നത് PV അൻവർ ആയിരിക്കും. അദ്ദേഹം അവിടെ ആർത്തുല്ലസിച്ച് ചിരിച്ചു നടക്കുകയായിരിക്കും ഇപ്പോൾ. എന്ന് തന്നെയാണെങ്കിലും ഇപ്പോൾ മൂന്നാമത്തെ റിപ്പോർട്ട് വരുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഇത് കൃത്യമായിട്ട് ദേവസ്വത്തിന് ഉത്തരവാദിത്തം, അതായത് നേരെ എല്ലാം ജില്ലാ കളക്ടറുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. തിരുവമ്പാടി ദേവസ്വം, അതെ, തിരുവമ്പാടി ദേവസ്വത്തിനും ജില്ലാ കളക്ടർക്കും പോലീസ് മേധാവിമാർക്കും ഇതിൽ കൃത്യമായിട്ട് ബന്ധമുണ്ട്. RSSന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ BJPക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അവിടെ പണിയെടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് കൃത്യമായിട്ടൊരു പ്രാതിനിധ്യം കൊടുക്കാൻ ഇവരെല്ലാം കൂടെ പരിശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം സുനിൽകുമാർ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന വൈറ്റൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നേരത്തെ പറഞ്ഞുള്ള നിലപാടിൽ നിന്നെല്ലാം വിട്ടു. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതെ, അതായത് പൂരം കലക്കി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എന്നെ പോലുള്ള സാധാരണപ്പെട്ട മനുഷ്യരെല്ലാം എൻ്റെ സുഹൃത്തുക്കളോടാണെങ്കിലും വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അന്ന് നടന്ന ലാത്തി ചാർജ് തൃശ്ശൂരുള്ള ഒറ്റ മനുഷ്യൻ മറക്കത്തില്ല. തൃശ്ശൂർ മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗത്ത് നിന്ന് വന്ന മനുഷ്യരെ ഒരാവശ്യവുമില്ലാതെ അടിച്ചോടിക്കുന്ന ഒരു സാഹചര്യം, ലാത്തി ചാർജ് നടത്തുന്ന ഒരു സാഹചര്യം, ക്ഷേത്രത്തിൽ പൂരം കാണാൻ വരുന്ന മനുഷ്യരെ ഇന്നും ഇന്നലെ അല്ലല്ലോ ക്ഷേത്രത്തിൽ പൂരം കാണാൻ ആളുകൾ വരാൻ തുടങ്ങി. അതുപോലെ ഈ പറയുന്ന പൂരം കാണാൻ വന്ന ആൾക്കാരെയാണ് തല്ലി ഓടിച്ചത്. അതെ, ഇപ്പൊ സുനിൽകുമാർ അതിനെ എന്താ പറയുന്നത് പറഞ്ഞോളൂ. സുനിൽകുമാർ വേണേ എന്താ പറയണേ, അടിച്ചിട്ടില്ലെന്ന് പോലീസ്. അതെ, പോലീസ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അതിന്റെ തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന്. സാധാരണപ്പെട്ട മനുഷ്യന്റെ ഫോൺ എടുത്ത് സുനിൽകുമാർ ഇതിനു മുമ്പ് അങ്ങനെ അല്ലല്ലോ പറഞ്ഞു. അന്ന് ഉത്സവം കാണാൻ വന്ന സാധാരണപ്പെട്ട മനുഷ്യന്റെ ഫോണിൽ കിടപ്പുണ്ട്, അതിന്റെ വിഷ്വൽസ് ഉണ്ട്, ഇപ്പോഴും കിടപ്പുണ്ട്, മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. സാധാരണപ്പെട്ട മനുഷ്യനെ അടിച്ചോടിക്കുന്ന ഒരു സാഹചര്യം. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു വൈബാണ്. അവിടെ വരുന്ന ആൾക്കാർ അല്ലേ പറഞ്ഞു, കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് വരുന്ന മനുഷ്യരാണ്. ആ മനുഷ്യരെ അടിച്ചോടിച്ചിട്ട് പറയുകയാണ് അവിടെ ആരെയും അടിച്ചോടിച്ചിട്ടില്ലെന്ന്. അടിച്ചോടിച്ച് അവിടെ അത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കി. സുരേഷ് ഗോപി, അതായത് വയ്യാതെ ആശുപത്രിയിൽ കിടക്കുന്ന സുരേഷ് ഗോപി ആംബുലൻസിൽ അതെ, അവിടെ തന്നെ ചോദ്യം ചെയ്യുകയാണ്, ഇതെങ്ങനെ സുരേഷ് ഗോപി അറിഞ്ഞു ആശുപത്രിയിൽ കിടക്കുന്നത്? അപ്പൊ സുരേഷ് ഗോപി പറയുന്നത്, എന്നെ അവിടെ നിന്നും വിളിച്ചു പറഞ്ഞാണ്, ഞാൻ വയ്യാതെ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആംബുലൻസിലാണ് വന്നതെന്ന്. ഒരു സാധാരണപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ അറിയാം, സാധാരണ വണ്ടിയാണെങ്കിൽ കയറി പോകാൻ വളരെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഒരു ആംബുലൻസ് ആകുമ്പോൾ സാധാരണപ്പെട്ട മനുഷ്യര് കയറ്റിവിടും. അപ്പൊ എന്താണെങ്കിലും സുരേഷ് ഗോപി വന്നവിടെ മാസ് ഡയലോഗുകൾ അടിച്ച് വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി. അദ്ദേഹത്തിന് നല്ലൊരു ഹൈപ്പ് അതിൽ നിന്നും കിട്ടി. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നല്ലൊരു വോട്ടിന് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന എന്താണ്, അവിടെ CPM-ന് ഇതുമായി ബന്ധമുണ്ട്. കാരണം ഈ പോലീസ് സംവിധാനം ആരുടെ കയ്യിലാണ്? മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ. ഈ MR അജിത് കുമാറിന്റെ പേരിൽ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ, ഒന്നാമത്തെ റിപ്പോർട്ട് വരുമ്പോൾ അതിൽ 6 മാസ കാലമായിട്ട് മുഖ്യമന്ത്രിയുടെ ടേബിളിന്റെ മണ്ടയിൽ ഇരിക്കുകയാണ് ഫയല്. ഒന്ന് വിരലനക്കാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ അടുത്താണ് സാധനം ഇരിക്കുന്നത്. അതെ, പൊളിറ്റിക്കൽ ശശിയുടെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, PV അൻവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. MR അജിത് കുമാറും അതായത് ശശിയും മുഖ്യമന്ത്രിയും ഒക്കെ നടത്തുന്ന ചില കളികളുടെ കാര്യം. അവിടെയാണ് CPM RSS ബന്ധം അല്ലെങ്കിൽ CPM BJP ബന്ധം നമുക്ക് ഏറ്റവും കൂടുതലും അതെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അവിടെ പിണറായി വിജയനും BJP-യുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അലയൻസ്. സുരേഷ് ഗോപി പറഞ്ഞു പോയ വരികൾക്കിടയിൽ ഒരു കാര്യം പറയാൻ പറ്റും. MR അജിത് കുമാർ എന്ന് പറയുന്ന ആർക്ക് വേണ്ടിയാണ് പണിയെടുത്തത്? BJP-ക്ക് വേണ്ടിയിട്ടാണ് പണിയെടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിനെ ADGP ആക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിന് റാങ്ക് DGP. അതെ, അപ്പോൾ അത്രയും വലിയ വിഷയങ്ങൾ നടക്കുമ്പോൾ ഇപ്പോഴും CPM പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ മൂന്നാമത്തെ റിപ്പോർട്ടും പ്രകാരമാണെങ്കിൽ ഒന്നാമത്തെ പ്രതിയാക്കി കളക്ടർ ഒന്നാമത്തെ പ്രതിയാക്കി കേസെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സംശയം രാവിലെ ആദ്യത്തെ റിപ്പോർട്ടിൽ നിന്ന് തീരെ വ്യത്യസ്തമായിട്ട് പോലീസിന് ക്ലീൻ ചീറ്റ്, അതായത് ഈ ഭരണം തീരാറാവുമ്പോൾ പോലീസിന് ക്ലീൻ ചീറ്റ് എന്ന് പറയുമ്പോൾ
ഫലത്തിൽ അജിത് കുമാറിനെ രക്ഷപ്പെടുത്തുകയല്ലേ? അല്ല, പോലീസിന് ക്ലീൻ ചീറ്റ് ഒന്നുമില്ല. അല്ല, പോലീസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇപ്പൊ സുനിൽകുമാർ പറഞ്ഞത് തന്നെ കണ്ടില്ലേ? സുനിൽകുമാർ പറഞ്ഞ പോലീസ് തള്ളിയിട്ടില്ല, അത് നിങ്ങൾ മാധ്യമങ്ങളെ സൃഷ്ടിയാണെന്ന്. അപ്പൊ അജിത് കുമാറിനെ രക്ഷപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് പിണറായി വിജയന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒന്നാമത്തെ ഫയൽ. ആ ഒന്നാമത്തെ ഫയലിന് മേളിൽ എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടായാലല്ല ഈ എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടാവും. ആഭ്യന്തര സെക്രട്ടറി സാർ ഇതിൽ തീരുമാനം പറയണം സാർ എന്ന് പറഞ്ഞ് എഴുതി വിട്ടതാ. സാധാരണ ഒരു ഫയലിൽ സെക്രട്ടേറിയറ്റിൽ ആഭ്യന്തര സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അതിന് മറുപടി പറയണം. ഒന്നാമത്തെ ഫയലിൽ ഒരു MR അജിത് കുമാറിന്റെ നേരെ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ കഴിയാതെ എങ്ങനെയാണ് ഈ മൂന്നാമത്തെ റിപ്പോർട്ടിൽ കളക്ടർക്കെതിരെയും തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയും പോലീസിനെതിരെയും ഒക്കെ പറഞ്ഞിട്ടില്ല? MR അജിത് കുമാറിനെതിരെ മൂന്നാമത്തെ പോലീസിന് വെള്ളപൂശിയിരിക്കുക. അല്ല, രണ്ടാമത്തേനകത്ത് അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. ആദ്യത്തിൽ എങ്ങനെയായിരുന്നു? ആദ്യത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് അവിടുത്തെ കളക്ടറായിരുന്ന അങ്കിത് അശോകിന് പിന്നെ വീഴ്ച പറ്റിയെന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്താണ്? ഈ പറയുന്ന സുനിൽകുമാർ വരെ അവസാനമായപ്പോ ആർക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്? BJPക്ക് വേണ്ടിയിട്ടാണ് കൃത്യമായി. അല്ല, സുനിൽകുമാർ സംസാരിക്കുന്നതിന് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാണ്. സുനിൽകുമാർ BJP സപ്പോർട്ട് ചെയ്യുക പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ സുനിൽകുമാർ ഇത്രത്തോളം അതപ്പതിച്ചോ എന്ന് തോന്നിപ്പോകുന്നു. അല്ല, എന്താണെങ്കിലും നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പാർട്ടിയെ സംരക്ഷിച്ചല്ലേ പറ്റത്തുള്ളൂ. അല്ല, ഇന്നലെ അവർ അങ്ങനെ ആയിരുന്നില്ല. അതായത് രാഹുൽ, ഈ പറയുന്ന ഇടതുമുന്നണി യോഗത്തിൽ അജിത് കുമാറിനെതിരെ നടപടി എടുക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ആരാണെന്നറിയോ? CPI ആണ്. അവിടെ സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അല്ലെങ്കിൽ സുനിൽകുമാറിനെ പോലെ ഒരു നേതാവ് വന്നിട്ട് പറയത്തില്ല തൃശ്ശൂര് പോലീസ് രാത്രി ചാർജ് നടന്നിട്ടില്ല, അവിടെ ആരെയും അടിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിൽ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അന്നത്തെ ദിവസത്തെ മാധ്യമങ്ങൾ ഓടിയ വിഷ്വൽസ് അന്ന് സോഷ്യൽ മീഡിയകൾ ഫേസ്ബുക്ക് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. സാധാരണപ്പെട്ട മനുഷ്യരടിക്കുന്നത് ഞാൻ 1-2 സുഹൃത്തുക്കളൊക്കെ ചോദിച്ചപ്പോൾ അവിടെ അങ്ങനെ നടന്നിട്ടുണ്ട്. തിക്കും തിരക്കുമാണ്. നമുക്കറിയാം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കേരളത്തിലെ നാനാജാതി മനുഷ്യർ വന്നു ചേർന്ന് എല്ലാ ദേശത്തെ ആൾക്കാരും. അപ്പോ അവിടെ വലിയ രീതിയിലുള്ള തിരക്കുണ്ടായി. ആ തിരക്ക് നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത പോലീസ് അവിടെ ഉണ്ടായിരുന്നു. അവസാനം കഴിവില്ലാത്ത പോലീസിന് ലാത്തി എടുക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞോട്ടെ രാഹുൽ, അതായത് ഈ തിരക്ക് സ്വാഭാവികമാണ് രാഹുൽ, അതിൽ ലാത്തി വീശേണ്ട കാര്യമില്ല. അവരെ കൂടെ മാന്യമായിട്ട് പറഞ്ഞ ആ ഭക്തജനങ്ങൾ മാറിപ്പോകുന്നല്ല. പോലീസ് എന്തിനാ അടിക്കേണ്ടത്? അടിക്കേണ്ട കാര്യമില്ല. അതാണ് നാട്ടുകാർ പറയുന്നത്. ഞങ്ങൾ എന്തിനു തല്ലണം? ഇത് കൃത്യമായിട്ട് ഉത്സവം പൊളിക്കണം. തൃശ്ശൂർ അത് പൊളിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുത്ത് ഉത്സവത്തിന് ആളുകൾ വരുന്നതിനനുസരിച്ച് ആളുകളെ നിയന്ത്രിച്ചുകൊണ്ട് പോലീസ് അവിടെ ഉണ്ടായേനെ. അതാണ് കറക്റ്റ്. രാഹുൽ പറഞ്ഞ ആ പോയിന്റ് ആണ് കറക്റ്റ്. പൂരം കലക്കിയിട്ട് പൂരം സർക്കാർ കലക്കി അല്ലെങ്കിൽ CPM കലക്കി ആ ഇലക്ഷനിൽ ഈ പറയുന്ന സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക. അപ്പൊ അതിലൂടെ അദ്ദേഹത്തിന് ഒരു പേരുണ്ടാക്കുക, അല്ലെ? അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഒന്നും അല്ലെങ്കിൽ സുനിൽകുമാർ വരുന്നതിന് മുമ്പോട്ട് എങ്ങനെ സുരേഷ് ഗോപി അവിടെ എത്തും? അത് എന്ത് ഡ്രാമയാണെന്ന് ആലോചിച്ചു. അതെ, ആംബുലൻസിൽ വന്ന് ഇറങ്ങുവാണ്. തീരെ രോഗിയായിരുന്നു ഞാൻ, അല്ലേ? അതെ, തീർച്ചയായിട്ടും അവിടെയാണ് കൃത്യമായിട്ട് ഇവിടെ രാഷ്ട്രീയപരമായിട്ട്. അല്ലെങ്കിൽ CPM ഭരിക്കുന്ന കേരളത്തിൽ CPMന് കൃത്യമായിട്ട് പ്രാതിനിധ്യമുള്ള തൃശ്ശൂര്, സുനിൽകുമാറിനെ പോലൊരു നേതാവുള്ളൊരു നാട്ടിൽ ഉത്സവത്തിന്റെ കമ്മിറ്റിയിലേക്ക് അദ്ദേഹം ആഘോഷപൂർവ്വം ബാഡ്ജൊക്കെ ധരിച്ച് അദ്ദേഹം ഉത്സവത്തിന് ഇങ്ങനെ നിൽക്കുന്ന അദ്ദേഹത്തിനെ പോലൊരു നേതാവ് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നമുക്കറിയാം. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുകയാണെങ്കിൽ അന്ന് ഇലക്ഷൻ നടക്കുന്ന സമയമാണെങ്കിൽ ആദ്യമേ ഏത് നേതാവും ഓടിയെത്താൻ പറ്റുമെന്നായിരിക്കും നോക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ ഏത് നേതാവ് ആദ്യമേ എത്താൻ പറ്റുമെന്ന് നോക്കും. അവിടെയാണ് നമ്മൾ കണ്ടത് സുനിൽകുമാർ അറിയുന്നതിന് മുമ്പിട്ട് സുരേഷ് ഗോപി ഈ വിഷയം മന്ത്രി രാജനോട് വന്നിരുന്നു കേട്ടോ. ഇനി രാജന്റെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഇനി അദ്ദേഹം എങ്ങനെയാണ് പറയാൻ പോകണമെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ മൂന്നാമത്തെ റിപ്പോർട്ട്, അല്ലെ? ആദ്യത്തെ റിപ്പോർട്ടിന് സാർ എന്ത് മറുപടിയാണ് സാർ പറയാനുള്ളത്? ആദ്യത്തെ റിപ്പോർട്ടിന്മേൽ ഒരു ചെരുവിരുള്ള പോലും അനക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ പിണറായി വിജയൻ ഈ മൂന്നാമത്തെ റിപ്പോർട്ടിനും എന്തെങ്കിലും അതിനെതിരെ ഒന്ന് ശബ്ദിക്കുമെന്ന് അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കുന്നില്ല. രാവിലെ അതിനുശേഷം മൂന്നാമത്തെ പൂരം വരാൻ പോവുകയാണ്. സർക്കാർ ഇതാ ഭരണം ഒഴിഞ്ഞു പോകാൻ പോകുന്നു. അജിത് കുമാറിനെ ഇപ്പോഴും സംരക്ഷിച്ച് നിർത്തുന്നുണ്ട്. അപ്പൊ അജിത് കുമാറിനെ പിണറായി വിജയനും CPM ഇപ്പോഴും ഭയക്കുന്നുണ്ട്, അല്ലെ? സെറ്റിൽമെന്റ് ആണ്. ഈ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന സ്വർണ്ണക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളും അജിത് കുമാർ സംരക്ഷിക്കുന്നുണ്ട് അവരെ, അല്ലെ? ഏതായാലും അജിത് കുമാർ അടുത്ത ഭരണത്തിലും ഉണ്ടാകും. കാര്യം താല്പര്യത്തോടെ അജിത് കുമാർ അത്ര വമ്പനാണ്. MR അജിത് കുമാർ എന്ന് പറഞ്ഞ ചില്ലറക്കാരനല്ല. അപ്പൊ നമുക്ക് കാത്തിരിക്കാം ഇനി അടുത്ത നമ്മുടെ നേതാക്കൾ. പക്ഷെ അവിടെ മുരളി കൃത്യമായിട്ട് ചില ലീഡുകൾ പറഞ്ഞിട്ടുണ്ടല്ലേ. മുരളി എന്താന്ന് പറയുന്നത്, പോലീസിനെ ഇപ്പോൾ വെള്ളപൂശിയിരിക്കുന്നു, തിരുവമ്പാടിക്കാണ് എല്ലാ കുറ്റവും വന്നിരിക്കുന്നത്. ഏറ്റവും രസകരമായി തോന്നിയത് ഇതുവരെ കളക്ടറെ പഴിക്കാത്ത സുനിൽകുമാർ കളക്ടറെ പഴിക്കുന്നു. ഏതായാലും നമുക്ക് നോക്കാം. ഇതിലിപ്പോ നമുക്ക് ഏറ്റവും അതിശയമായിട്ട് തോന്നുന്നത് ഇതുവരെ
ഇതുവരെ പോലീസിനെ വിമർശിക്കുന്ന സുനിൽകുമാർ പെട്ടെന്ന് മാറിയതിൽ നമുക്ക് വളരെ ഒരു ഭയങ്കര അതിശയമാണ് തോന്നുന്നത്. ഈ മൂന്നാമത്തെ റിപ്പോർട്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്കൊന്നും തോന്നാനില്ല. ഒരു പൊതിഞ്ഞു പിടിച്ച റിപ്പോർട്ടാണ്. ആരെയൊക്കെയോ സംരക്ഷിക്കാനാണ്. അത് വേറെ ആരെയുമല്ല, എം ആർ അജിത് കുമാറിനെ തന്നെയാണ്, അല്ലേ? അതെ.